ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കൽപ്പകഞ്ചേരി കല്ലിങ്ങപ്പറമ്പിലെ സ്കൂളിലെ അധ്യാപകൻ വിദ്യാർത്ഥിയുടെ കൈ അടിച്ചൊടിച്ചു. അധ്യാപകൻ സ്ഥിരമായി പ്രാകൃത ശിക്ഷ നടത്തുന്നയാളാണെന്ന് 5ാം ക്ലാസ് വിദ്യാർത്ഥിനി. കഴിഞ്ഞ ദിവസം കൽപ്പകഞ്ചേരി കല്ലിങ്ങൽപ്പറമ്പ് MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം തരം വിദ്യാർത്ഥിനിയെ ഹോംവർക്ക് ചെയ്തില്ലെന്ന് പറഞ്ഞ് ക്രൂരമായി ചൂരൽ കൊണ്ടടിച്ച് കൈയൊടിച്ച സംഭവത്തിൽ അധ്യാപകനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുട്ടിയും മാതാപിതാക്കളും ഉന്നയിക്കുന്നത്. ഇതേ രീതിയിൽ മാരകമായി അടിച്ച് പ്രാകൃത ശിക്ഷ നടത്തുന്നയാളാണ് അധ്യാപകനെന്നാണ് അടിയേറ്റ കുട്ടി പറഞ്ഞത്. അടുത്തിടെ മറ്റൊരു കുട്ടിയെയും ഇതേ അധ്യാപകൻ സമാനമായ രീതിയിൽ അടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. കൈക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് വീണ്ടും എഴുതിച്ചതായും കുട്ടി പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നുണ്ട്. അങ്ങനെ വേറെ കുട്ടികളെ ഉപദ്രവിക്കലുണ്ടോ? സാറ് കുറെ കുട്ടികളെ അടിക്കലുണ്ട്. ഇതിന്റെ മേലുള്ള ഒരു കുട്ടീനെ അടിച്ചിട്ട് ഓളെ കൈ വീങ്ങിക്കണം. എന്നിട്ട് ഒരു കുട്ടീൻ്റെ അടിച്ചിട്ട് കൈ ആകെ അങ്ങനെ വളഞ്ഞ മാറ്റിയിരുന്നു. ഞാൻ അടിക്കരുത് പറഞ്ഞു. എന്നിട്ട് സാർ എന്നെ കൈ കൊണ്ട് തന്നെ എഴുതിപ്പിച്ച്. പക്ഷെ പെണ്ണൊന്നും പിടിക്കാൻ വെച്ചില്ല. ഉള്ളം കൈക്ക് പകരം കൈത്തണ്ടയിലാണ് കുട്ടിയെ അടിച്ചത്. അടിയേറ്റപ്പോൾ ഷോക്ക് അടിച്ച പോലെയാണ് തോന്നിയതെന്ന് കുട്ടി പറഞ്ഞതായി അമ്മ പറഞ്ഞു. ചെറിയ മക്കളൊക്കെ ഇങ്ങനെ സാറിപ്പോ എന്തതില് ഇതായാലും ഇപ്പൊ ഇങ്ങനെ നമ്മൾ അടിക്കുകയാണെങ്കിൽ ഉള്ളം കൈയിലൊക്കെ അടിക്കുക. ഇതിപ്പോ ഈ ഒരു സൈഡത്തെ ഭാഗത്താ പൊട്ട് വന്നാണ്. അതിന് അവള് പറയണത് പിന്നെ എന്താണ് ഇങ്ങനെ അടിച്ചപ്പോൾ എനിക്ക് എൻ്റെ കൈ ഷോക്ക് അടിച്ച മാതിരിയായി, ഭയങ്കര കൈയൊക്കെ കുഴഞ്ഞു പോകണ മാതിരി പോകാൻ തോന്നി. പിന്നെ അതിനുശേഷം മാഷ് പിന്നെ എഴുതിച്ചെന്നൊക്കെ പറയണത് ആ കൈ കൊണ്ട് തന്നെ. അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വന്നിക്കണം ഞങ്ങൾക്ക്. എനിക്കത് കേട്ടപ്പോൾ അപ്പം തുടങ്ങിയ ടെൻഷനാണത്. അപ്പം നമ്മൾ ഇത്രയും വിശ്വസിച്ചിട്ട് കുട്ടികൾ തമ്മിലുള്ള ഒരു ഇതൊന്ന് എന്തെങ്കിലും കശപിച്ചെന്നൊക്കെ പറ്റിയതെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികൾ തമ്മിലുള്ളതല്ലേ എന്ന് വിചാരിക്കും. ഇതിപ്പോൾ പഠിപ്പിക്കണ മാഷ്മാരെന്നെ എത്തുന്ന ഇങ്ങനെ പറ്റാൻ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതിനിങ്ങനെ ഉണ്ടാവരുത്, അതിനുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടിയെ അടിച്ച വിവരം അധ്യാപകൻ തന്നെ വിളിച്ചു പറഞ്ഞെങ്കിലും പരുക്കിന്റെ ഗൗരവം മറച്ചുവെച്ചെന്നാണ് അമ്മ ആരോപിക്കുന്നത്. ഇതേ അധ്യാപകന്റെ ക്ലാസ് പരീക്ഷയിലടക്കം മുഴുവൻ മാർക്ക് വാങ്ങിയ കുട്ടിയെ പഠിച്ചില്ല എന്ന കാരണം പറഞ്ഞല്ല അടിച്ചതെന്ന് പിതാവും പറഞ്ഞു. മക്കളിൽ നിന്നല്ല, അങ്ങനെ ഒരു മനസ്സിന് ഭയങ്കര വിഷമായി. ഓളിപ്പോൾ 3 ദിവസം പനിച്ചിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. പഠിത്തത്തിലായാലും ആ മാസ വിഷയത്തിൽ തന്നെ കുട്ടിക്ക് ക്ലാസ്സിൽ പരീക്ഷ എടുത്തപ്പോൾ ഫുൾ മാർക്കൊക്കെ ഉണ്ട്. പഠിക്കുന്നില്ല എന്നുള്ള ഇതിലല്ല മാഷ അടിച്ചിട്ടുള്ളത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. അതേസമയം കുടുംബത്തിന്റെ പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. കുട്ടിയിൽ നിന്ന് കമ്മീഷൻ മൊഴിയെടുക്കും. എന്നാൽ സ്കൂളിന് പരാതി കിട്ടിയിട്ടില്ലെന്നും കിട്ടിയാൽ ഉടൻ അധ്യാപകനെതിരെ നടപടിയെടുക്കുമെന്നുമാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ വാദം. കല്ലിങ്ങൽപ്പറമ്പ് MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ കണക്ക് അധ്യാപകനാണ് ഹോംവർക്ക് ചെയ്തില്ലെന്ന കാരണം പറഞ്ഞ് 5ാം ക്ലാസ്സുകാരിയുടെ കൈ തല്ലിയൊടിച്ച് കൊടും ക്രൂരത കാട്ടിയത്. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.